സന്ദർശനം മാത്രമല്ല, നമ്മുടെ ഓൺ ദി സ്പോട്ട് പ്രോഡക്റ്റ് നിർമ്മാണവും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഞങ്ങൾ ഇന്ന് ആ സ്കൂളിലേക്ക് യാത്ര തിരിക്കുന്നത്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടാണ് തന്നെയാണ് ചെയ്യേണ്ടത്. ക്രിയേറ്റീവ് കോർണറിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയാമായിരിക്കും. അതേക്കുറിച്ച് കൂടുതലായിട്ട് ഇവിടുത്തെ കുട്ടികൾ പറയും. കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മുടെ സ്കൂളിലെ SSKയും കുസാറ്റും ചേർന്ന് നടത്തുന്ന ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പരിപാടിയാണ് ഈ ക്രിയേറ്റീവ് കോർണർ എന്ന് പറയുന്നത്. നെയ്യാറ്റിൻകര സബ് ജില്ലയിലെ 2 സ്കൂളുകളിലാണ് ക്രിയേറ്റീവ് കോർണർ ഉള്ളത്. ഒന്ന് നമ്മുടെ ഈ നെല്ലിക്കാവ് UPS സ്കൂളും ഒന്ന് പൂവാർ സ്കൂളുമാണ്. 2 സ്കൂളുകളാണ് ഉള്ളത്. അപ്പം അതിലെ 7 മേഖലകളിലായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ കാഞ്ഞിരംകുളം PEC മീറ്റിങ്ങിൽ ഇപ്പോൾ ഈ ക്രിയേറ്റീവ് കോർണറെ കുറിച്ച് ഞാനിവിടെ അവിടെ അവതരിപ്പിച്ചപ്പോൾ അവിടെ എല്ലാവരും ആവശ്യപ്പെട്ട ഒരു കാര്യം, എല്ലാ സ്കൂളുകാർക്കും ഇവിടെ വന്ന് ഇത് കാണുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നൊരു അഭിപ്രായം അവിടെ ഉണ്ടാവുകയും, അപ്പോൾ അവിടെ വെച്ച് തന്നെ അതിനുള്ള സൗകര്യം നമ്മൾ വരികയാണെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യവും നമ്മുടെ സ്കൂളിൽ ചെയ്യും എന്ന് അവിടെ ഉറപ്പ് കൊടുക്കുകയും ചെയ്തു പഞ്ചായത്തിൽ വെച്ച്. നമ്മുടെ ക്രിയേറ്റിവിറ്റീനെ, നമ്മുടെ പാഠഭാഗങ്ങളിലൂടെ നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്ന ക്രിയേറ്റിവിറ്റീനെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് ഒരുക്കിയ ഒരു പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ. വിദ്യാഭ്യാസ വകുപ്പും SSKയും കുസാറ്റും ചേർന്ന് ഒരുക്കിയ സ്റ്റാർസ് പദ്ധതി. ക്രിയേറ്റീവ് കോർണറിൽ പൊതുവായി 7 മേഖലകളുണ്ട്. ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ്, അഗ്രികൾച്ചർ, ഫാഷൻ ഡിസൈനിങ്, പ്ലംബിംഗ്, കുക്കിംഗ്, വുഡ് വർക്ക്, ഇങ്ങനെ 7 മേഖലകളായി നമുക്ക് തിരിച്ചു. ക്രിയേറ്റീവ് കോർണർ കാണാം. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ 2 ബാച്ചായി തിരിഞ്ഞ് ചെയ്യാം കേട്ടോ. അപ്പോൾ വന്നോ, ഗ്രൂപ്പായിട്ട് തന്നെ പോണേ. ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്തന്നില്ലേ, അങ്ങനെ തന്നെ ലൈനായിട്ട് പോകും. മാറിക്കോ. എന്ത് ഇത് സ്റ്റിച്ചിങ്ങിന്റെ അല്ലേ? സ്റ്റിച്ചിങ് ഉള്ളല്ലേ? സെറ്റപ്പ് ഉള്ള വല്ലാത്ത വളർച്ച നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ്. ഇത് കൊള്ളാല്ലേ? പിന്നെ തലേനെ അടുത്തതായി ഒരു ബൾബ് നിർമ്മാണമാണ്. അപ്പൊ അതിലോട്ട് കടക്കാം. ഇത്രേ ഉള്ളൂ അല്ലേ ഒരു ബൾബിന്റെ കമ്പോണൻസ്? ഇതൊക്കെ എത്രയാവും വാങ്ങാൻ? ഓ അറിയത്തില്ലല്ലേ. സോൾഡറിങ് ഒക്കെ ഉണ്ടോ? സോൾഡറിങ് എല്ലാം ഉണ്ടല്ലേ? മിനി വർക്ക്ഷോപ്പ്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ. PCB, ഇതിനെ വിളിക്കുന്നത് PCB എന്നാണ്. രണ്ടാമതായി ഇതിനെ വിളിക്കുന്നത് LED ചിപ്സ് എന്നാണ്. പിന്നെ അതിന് ആവശ്യമായ ഹൗസി ആവശ്യമാണ്. പിന്നെ ഹോൾഡർ ആവശ്യമാണ്. പിന്നെ ക്യാപ്പ്, ബൾബിന്റെ ക്യാപ്പും ആവശ്യമാണ്. പിന്നെ സ്ക്രൂ ഡ്രൈവറും 2 സ്ക്രൂ, പിന്നെ സോൾഡറും. ഇതിന്റെ പേര് പഞ്ചിങ് മെഷീൻ എന്നാണ്. ഇതിങ്ങനെ ആക്കുമ്പോൾ അത് സോൾഡർ ആവും. അത് ടിക്കി മെഷീനാണ് അതിന്റെ പേര്. ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇന്ന സാധനം ഇതിന്റെ പേരെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ പറയുന്ന സാധനം അവർ പറയുന്ന അനുസരിച്ച് നിങ്ങൾ ആ ഗ്രൂപ്പ് എടുത്ത് ചെയ്യണം. ഓക്കെ.
ഈ ഹൗസിക്കകത്ത് ഇതിനകത്തൊരു ലോക്ക് ഉണ്ട്. ആ ലോക്കിൽ ഇത് ഫിക്സ് ചെയ്ത് വെക്കുക. ലോക്കിന്റെ അകത്ത് കറക്റ്റായിട്ട് കയറ്റി വെക്കണം അല്ലേ? ഇങ്ങനെ. രണ്ടാമതായിട്ടുള്ള കാര്യം, ഇതിനെ എടുത്ത് ഈ 2 ഹോളിലൂടെ അകത്ത് കയറ്റി വയ്ക്കുക. ഈ വയറ് അകത്ത് കയറ്റുക. ഇതിന്റെ പേര് പറ. ഇതിന്റെ പേര് സോൾട്ട്. അടുത്തതായി ഇതാണ് പഞ്ചിങ് മെഷീൻ. ഇതിനെ ഇവിടെ ഈ പല്ലുകൾ കൊണ്ട് ഉറപ്പിച്ച് വയ്ക്കാൻ സാധിക്കും. ഇങ്ങനെ കിട്ടും. ഊരി വരാൻ പാടില്ല. അഭിനയ വേടാ. ഇങ്ങനെ വെച്ചിട്ട് ചേച്ചി അമരട്ട് അമരട്ട്. ഇങ്ങോട്ട് ഇവിടെ വെച്ച് ചവിട്ടിട്ട് ഇങ്ങോട്ട് 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 എന്താടാ എന്താടാ കാണിച്ചിട്ട് പോ. അതാ ഗൈസ്, ലോക്കായി ഗൈസ്. ഇത്രേ ഉള്ളൂ. ഇങ്ങോട്ടും രണ്ടാമത്തെ ലൈനിനെ അങ്ങോട്ടും വളയ്ക്കുക. ഇങ്ങോട്ടും അങ്ങോട്ടും എതിർവശത്തായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ മതി. എന്നിട്ട് അതിനെ തിരിച്ചു മടക്കുക. ഇതിനെ തിരിച്ചു മടക്കണം. പ്ലേറ്റിനെടുത്ത് ഈ 2 വയറിനകത്തൂടെ ഇങ്ങനെ വയ്ക്കുക. 2 വയറിനകത്തൂടെയും ഇങ്ങനെ. അത് ഒരേ ഇതിൽ വയ്ക്കുന്നു. നിലപ്പായിട്ട് വയ്ക്കുന്നു. അതിനുശേഷം ഈ മെഷീനെ ഇതിലിങ്ങനെ വെച്ചിട്ട് ഇതെല്ലാം ഈക്വൽ ആയിട്ട് വയ്ക്കണം. അല്ലെങ്കിൽ മിസ്സാവും. ശരിയാവില്ല. ശരി, നേരെ വരിക. ഇനി ഇതിനെ അമർത്തിയാൽ ഫസ്റ്റ് അത് വെച്ച് നോക്കണം. ഇതിന് മുകളിലായി പോയാൽ പറ്റൂല. അത് ഫസ്റ്റ് വെച്ച് നോക്കണം. പയ്യ അമർത്തി. ഇനി ഓക്കെ, ഒന്ന് ഓക്കെ. സെറ്റ് ആയില്ലേ അത്? ഈ LED ചിപ്സിനടുത്ത് പശ തേക്കുക. ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ പശ തേക്കുന്നത്. പക്ഷെ തരൂ ഇപ്പൊ അകത്തും തേക്കണോ? അകത്ത് തേക്കണ്ട. ഇവിടെ ഈ ഹോളിൽ അയ്യോ, ചുണ്ണാമ്പ് തേക്കുന്ന പോലെയാണ് നമ്മള് തേക്കണേ. അത് കറക്റ്റ് ആയാലേ മറ്റേ ഹീറ്റ്. ഇനി ഇത് സ്ക്രൂ കയറ്റിയാ മതിയല്ലേ? തീന്നല്ലോ അതോടെ. ഇനിയും കുറച്ച് കാര്യമുണ്ട്. പാടച്ചു വെച്ചൊന്ന് ചെയ്യാ. പ്ലസ് പോസിറ്റീവും മൈനസ് നെഗറ്റീവും അതിൽ വെച്ചു. ഈ പ്ലസ് കൊടുത്തിരിക്കണോ? ഇത് പ്ലസ്. ഇവിടെ വേണം സോൾഡറിങ് ചെയ്യാൻ. പ്ലസ്സിൽ പോസിറ്റീവ്, ഇത് ബ്ലാക്ക് നെഗറ്റീവ്. ഇത് ചെയ്യുമ്പം ഇത് വെച്ചാണോ ചെയ്യാം, ഇങ്ങനെ പിടിച്ച് വെച്ച്, അല്ലെങ്കിൽ കയ്യിൽ തെറിക്കും. സോൾഡറിങ് പേസ്റ്റ്, എനിക്ക് തൊടാൻ പാടില്ല. ഷോപ്പിൽ സോൾഡറിങ് അയൺ, സോൾഡറിങ് അയൺ, സോൾഡറിങ് മെഷീൻ.
സാറേ എത്രയോ ഈ ജംഗ്ലാ അത് അമർത്തി വെക്കാൻ പാടില്ല. കേട്ടാ ജിജിൻ സാർ. പേശ് അല്പം തേച്ചാൽ പോയി. കുറച്ച് ഇങ്ങനെ വെച്ചിട്ട് അത് കുറച്ചുകൂടെ അങ്ങോട്ട് കയറ്റി കൊടുക്കും. അപ്പുറ സൈഡിൽ സെറ്റ് സെറ്റ് മതിയല്ലോ. ഓക്കെ ഇനിയുണ്ടോ? ഓക്കെ ഇനി കത്തിച്ചോക്ക അല്ലേ? കത്തിച്ചോക്ക് കത്തിച്ചോക്ക് ഇത് പരീക്ഷണം. ആ ഇനി ഒരു അവിടെ പടപ്പ് അടപ്പച്ചല്ലോ കത്തേര്. യെസ് നമ്മൾ വിജയിച്ചു. നമ്മൾ വിജയിച്ചു ബ്രോ, വിജയിച്ചു. യെസ് ടീച്ചർ ഇതിവിടെ എത്തിയതേ ഉള്ളൂ. നമ്മളവിടെ കത്തിച്ച് ബൾബ്. കുഴപ്പമില്ല, ഇതും കൂടെ വെച്ചിട്ട് കത്തിച്ച് നോക്കാമല്ലോ. UPS നെല്ലിക്കാക്കുഴി സ്കൂളിൽ വന്ന് നമുക്കിങ്ങനെ ക്രിയേറ്റീവ് കോർണർ സന്ദർശിച്ച് നമുക്ക് എല്ലാവർക്കും ബൾബുണ്ടാക്കുന്നതിൻ്റെ എല്ലാ ഘട്ടങ്ങളും നന്നായിട്ട് വിശദീകരിച്ച് തരാൻ എല്ലാവരും മനസ്സിലായില്ല, എല്ലാവരും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അതിനവസരം ഒരുക്കിയ നമ്മുടെ ഇവിടുത്തെ HM ടീച്ചർ ഡെൽഫിൻ ടീച്ചർക്കും പിന്നെ അതിന് ചാർജ് ഉണ്ടായിരുന്ന ജിഷ ടീച്ചർക്കും പിന്നെ നമ്മുടെ ടീച്ചർ GKS ആയ നമ്മുടെ അൻസർ ടീച്ചർക്കും എല്ലാവരുടെയും പേരിലുള്ള നന്ദി. BRC ടീച്ചർ What a name. ലോബോ ആർശാന്തി. ഓളാ കേട്ട പേര്. എക്സ്പീരിയൻസ് പറ, എക്സ്പീരിയൻസ് പറ. വളരെ നല്ല അനുഭവമായിരുന്നു. ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് കോർണർ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നത്. പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ കുട്ടികൾ തന്നെ എന്ത് ചെയ്തു, അവർക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും ടീച്ചർ സ്റ്റുഡൻസിന് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും നൽകിയത് ഇവിടുത്തെ പ്രാഗൽഭ്യം നിറഞ്ഞ കുട്ടികൾ തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിനൊരു തെളിവായിട്ട് തന്നെയാണ് ആ കുട്ടികൾ തന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ എക്സ്പ്ലനേഷൻസും വിത്ത് പ്രൂഫ് എല്ലാം ചെയ്ത് കാണിച്ചു തന്നത്. ഓക്കെ, നല്ല അനുഭവമായിരുന്നു. നല്ല അനുഭവമായിരുന്നു. വിശക്കുന്നില്ലേടാ? നമ്മളിനി നേരെ സ്കൂളിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ക്ലാസ് ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണില്ല. ഏതായാലും ഓക്കെ ബൈ. നമ്മളെത്തി എത്തി എത്തി. ഓ ഗൈസ്, വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.